ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി. 3 ദിവസങ്ങളിലായി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് മേള നടക്കുന്നത്. മേളയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു. ഇന്ന് ദേവികുളങ്ങര പഞ്ചായത്തിൽ 1075 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീടുകളിലും എല്ലാ കുടുംബശ്രീ അംഗങ്ങളും കൃഷി ചെയ്യുന്നു. അങ്ങനെ സംരംഭവും കൃഷിയും ചെയ്തുകൊണ്ട് നാനാവിധ വരുമാനം ഉണ്ടാക്കുന്നവരായി കുടുംബശ്രീ എന്താണോ ആഗ്രഹിച്ചത്, മുറ്റത്തെ ബാങ്ക്, ഏതു സമയത്ത് ചോദിച്ചാലും പൈസ കിട്ടുന്ന ബാങ്കായിട്ട് നമ്മുടെ ബാങ്കുകൾ വരികയാണ്. ഒരു അഴിമതിയും ഇല്ലാതെ. ഇന്ന് ഈ മേഖലയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ദേവികുളങ്ങര പഞ്ചായത്തിലെ ഒരു കുടുംബശ്രീയിലും അഴിമതിയില്ല എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ സ്ത്രീകളെല്ലാം സത്യസന്ധതയോടുകൂടി ഓഡിറ്റ് വന്നപ്പോൾ പറഞ്ഞത്, കൃത്യമായി ഓഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞ പഞ്ചായത്ത്. എന്തുകൊണ്ടാണ് ഓഡിറ്റ് ചെയ്യാൻ കഴിയുന്നത്? കണക്കുകൾ കൃത്യമായതുകൊണ്ടാണ് ഓഡിറ്റ് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ നമ്മുടെ കുടുംബശ്രീ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും മുന്നേറണം. നമ്മൾ DMC ഒക്കെ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ സഹായം ഞങ്ങളിപ്പോൾ ഇവിടെ വിളിച്ചിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ഓരോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും അത് പരിചയപ്പെടുത്താനും, അത് വിൽപ്പന നടക്കുമ്പോൾ നമ്മൾ DMCയെയും ADMCയൊക്കെ വിളിച്ചിട്ട് അത് ഉദ്ഘാടനം ചെയ്യിക്കാൻ കഴിയണം. അവരൊക്കെ വരുമ്പോഴാണ് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പം നമുക്ക് ഒരു സംരംഭം ഉണ്ടായിട്ടുണ്ട്. മഹാലക്ഷ്മിയുടെ ഒരു ചിപ്സ് യൂണിറ്റ് കുടുംബശ്രീ തന്നാണ്. അവരിപ്പം വലിയ മിഷനൊക്കെ ഇറക്കി. ആ മിഷനകത്ത് ഏത്തക്കായും വറപ്പ് സാധനമൊക്കെ ഇട്ടിട്ട് അത് അരിഞ്ഞ് എണ്ണയിലേക്ക് വീഴുന്ന ഒരു സംവിധാനം. നമ്മളുടെ CPCR നമ്മളെ സഹായിക്കുകയാണ്. അവിടെ എല്ലാ ടെക്നോളജിയും തരികയാണ്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, അവരുടെ പശ്ചാത്തല സൗകര്യം ഉയർത്തുന്നതിന് വേണ്ടി ഇന്നലെ വരെ പുരുഷന്മാരെ ആശ്രയിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് പുരുഷന് ഓണത്തിന് സഹായം കൊടുക്കുന്ന തരത്തിലേക്കുള്ള കുടുംബശ്രീ അംഗങ്ങളായി ദേവികുളങ്ങരയിലെ വനിതകൾ മാറിയിരിക്കുന്നു. അത്രമാത്രം ഉയർച്ചയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുകയാണ്. എന്താ ലക്ഷ്യം? ഒന്ന്, കുടുംബശ്രീ അംഗങ്ങൾ കുടുംബശ്രീന്ന് ഇത്രയും ആൾക്കാർ ലോൺ എടുത്തുകൊണ്ട് 10 മാസക്കാലം കൊണ്ട് ആ പൈസ തിരിച്ചടക്കുന്ന ഒരു പ്രക്രിയ കാണിച്ചു കൊടുക്കുകയായിരുന്നു. CDS ചെയർപേഴ്സൺ ഇന്ദിരാഭായി N അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ ശ്രീലത S തമ്പി സ്വാഗതം പറഞ്ഞു. ഡിസ്ട്രിക്ട് മിഷൻ കോർഡിനേറ്റർ രഞ്ജിത്ത് S മുഖ്യാതിഥിയായി പങ്കെടുത്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും അധികം ME സംരംഭങ്ങൾ ആരംഭിച്ചതിനുള്ള അവാർഡ് വാങ്ങിയ CDS ആണ് ദേവികുളങ്ങര CDS എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഞാനിവിടെ വന്ന് ആദ്യം പരിചയപ്പെട്ടത് ഏറ്റവും മുമ്പിലുള്ളത് ചഞ്ചലയാണ്. ചഞ്ചലയെ പരിചയപ്പെട്ടു, ചഞ്ചലയോട് സംസാരിച്ചു, ചഞ്ചലയുടെ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് അറിഞ്ഞു, അതിനെക്കുറിച്ച് അന്വേഷിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം പ്രസിഡന്റ് അടക്കം പറഞ്ഞു, ഏറ്റവും മികച്ച സംരംഭകയുടെ ആയിട്ടുള്ള അവാർഡ് മേടിച്ച ആളാണ് ചഞ്ചല എന്ന് പറയുന്നത്. ഞാനതായാലും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചഞ്ചലയുടെ കയ്യിൽ നിന്ന് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ കണ്ട് അതിൽ വളരെ 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 സന്തോഷത്തോടു കൂടിയാണ് ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ്. സുരേഷ് മഠത്തിൽ, കുമാരി നിദുഷ രാജ്, S രേഖ, രജനി ബിജു, E ശ്രീദേവി, R രാജേഷ്, രാധാകൃഷ്ണൻ, ലീന രാജു, P സ്വാമിനാഥ്, ശ്യാമവേണു, ലീന, പ്രശാന്ത് രാജേന്ദ്രൻ, ശ്രീലത, ചിത്രലേഖ, BJ പോൾ, ഷീജ L, ഇന്ദു K, സരിതാരാജ്, രതി കമലൻ, സിന്ധു, ബിന്ദു, ആലിസ്, വിലാസിനി, ബീനാകുമാരി, ഷീജ, സലീല, സാവിത്രി, ശിവാനി, മിനി ഗോപാൽ, മറിയാമ്മ കോശി, ശാന്തിമോൾ, അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻ ബാബു കൃതജ്ഞത പറഞ്ഞു. മേളയോടനുബന്ധിച്ച് കുടുംബശ്രീ അംഗങ്ങൾ, ബാലസഭാ അംഗങ്ങൾ എന്നിവരുടെ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. സമാപന സമ്മേളനം വെള്ളിയാഴ്ച നടക്കും. CDN ന്യൂസ്, കായംകുളം.